ശാശ്വതമായ ലോക നിയമം മാറ്റാൻ കഴിയില്ല. യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം 97 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. വിദിത പരമകാരണാധ്യജാത സ്വയമനുചേതന സംവിധം വിചാര്യ സ്വമനനകലനാനുസാര ഏകസ്ഥിഹ ഹി ഗുരു പരമോനരാഘവാന്യഃ. വസിഷ്ഠൻ തുടർന്നു. ഹിമാലയത്തിലെ സൂചിക മറ്റൊരു പർവ്വത ശിഖരം പോലെ നിൽക്കുന്നത് വായു കണ്ടു. അവള് ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ദേഹം ഏതാണ്ട് മുഴുവനായി തന്നെ ഉണങ്ങി വരണ്ടിരുന്നു. വായു അവളുടെ വായിൽ കയറിയപ്പോഴൊക്കെ അവൾ അതിനെ പുറത്തേക്ക് കളഞ്ഞു. പ്രാണവായുവിനെ ശിരസിലേക്ക് വലിച്ച് ഉത്തമയായ ഒരു യോഗിനിയായി അവൾ നിലകൊണ്ടു. അവളെ കണ്ട് വായു അത്ഭുതസ്തംഭനായി നിന്നുപോയി. അവളൊന്ന് സംസാരിക്കാൻ പോലും വായുവിനായില്ല. അവളോടൊന്നും സംസാരിക്കാനായില്ല. തീവ്ര തപസ്സിൽ നിന്ന് അവളെ ഇളക്കുക അസാധ്യമെന്ന് കണ്ട് വായു സ്വർഗത്തിലേക്ക് തിരിച്ചു ചെന്ന് ഇന്ദ്രനെ വിവരങ്ങൾ അറിയിച്ചു. ജംബൂദ്വീപ ഭൂഖണ്ഡത്തിലെ സൂചിക അതിതര സാധാരണമായ ഒരു തപസ്സിലാണ്. അവൾ വായുവിലേക്ക് കാറ്റിന്റെ പോലും കടത്തിവിടുന്നില്ല. വിശപ്പിനെ അതിജീവിക്കാൻ അവൾ തൻ്റെ വയറിനെ കട്ടിലോഹമാക്കി മാറ്റി. ദയവായി അങ്ങെഴുന്നേറ്റ് പോയി ബ്രഹ്മാവിനെ സമീപിച്ച് അവൾക്ക് വേണ്ട വരം കൊടുത്ത് ഈ കൊടും തപസ് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ആ താപത്തിൽ നാമെല്ലാം എരിഞ്ഞു പോകും. ഇന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് ബ്രഹ്മാവ് സൂചിക തപസ് അനുഷ്ഠിക്കുന്നിടത്ത് ചെന്നു. അപ്പോഴേക്ക് സൂചികയാകട്ടെ പരിപൂർണ നിർമ്മലയായി കഴിഞ്ഞിരുന്നു. സ്വന്തം നിഴലും തപശ്ചര്യകളുടെ അഗ്നിയും അവൾക്ക് സാക്ഷികളായിരുന്നു. സാമീപ്യം കൊണ്ട് അവൾക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങളും കാറ്റും പരമമോക്ഷപദം പോകി. അപ്പോൾ അവളുടെ മേധാശക്തിയുടെ പ്രഭാവത്തിൽ എല്ലാത്തിൻ്റെയും അഹൈതുക ഹേതുവിനെ പറ്റി അവള് നേരറിവുണ്ടായി. അവൾക്ക് തീർച്ചയായും ബോധതലത്തില് അവനവന്റെ ചിന്താഗമനങ്ങളെ ആത്മാന്വേഷണത്തിലൂടെ അറിയുന്ന പ്രക്രിയ മഹാഗുരു തന്നെ. രാമ, മറ്റാരുമല്ല അത് നേടിത്തരുന്നത്. ബ്രഹ്മാവ് അവളോട് പറഞ്ഞു. നിനക്ക് എന്ത് വരം വേണം ചോദിച്ചാലും. അവള് ഇന്ദ്രിയങ്ങള് ഇല്ലായിരുന്നുവെങ്കിലും ഇത് അവള് സ്വയം അനുഭവിച്ചറിയുകയാണ് ഉണ്ടായത്. ഇതിന് മറുപടിയാണ് അവള് കുറച്ച് ആലോചിച്ചു. ഇതിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എന്നിൽ യാതൊരു സംശയങ്ങളും ആവശ്യങ്ങളുമില്ല. വരം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അജ്ഞാനം നിറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ ആശകള് എന്ന പിശാചെന്ന എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആത്മജ്ഞാനത്തിലൂടെ ആ പിശാചിനെ ഞാൻ അടക്കം ചെയ്തു കഴിഞ്ഞു. ബ്രഹ്മ പറഞ്ഞു. അല്ലയോ താപശ്രേഷ്ഠേ, ശാശ്വതമായ ലോകനിയമം മാറ്റാൻ കഴിയില്ല. അതിനാൽ നീ പഴയ രൂപം ധരിക്കേണ്ടതുണ്ട്. ഏറെക്കാലം സന്തോഷത്തോടെ ജീവിച്ച് മുക്തിപദം പ്രാപിച്ചാലും നീ പ്രബുദ്ധമായ ജീവിതമാണിനി നയിക്കുക. ദുഷ്ടരെയും പാപികളെയും മാത്രം ബാധിച്ച് വളരെ കുറച്ചു മാത്രം ദുരിതം വിതച്ച് അതും എൻ്റെ വിശപ്പടക്കാൻ മാത്രം നിനക്ക് കഴിയാം. സൂചിക ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമായി ഇത് സ്വീകരിച്ചു. ഉടനെ തന്നെ സൂചിയുടെ ദേഹം വളർന്നു പൊന്തി പർവ്വതാകാരമായി.